എൻ്റെ പേര് കവിത സന്തോഷ് ലാൽ. ഞാൻ കൊറിയർ വേൾഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് USA പല കസ്റ്റമേഴ്സും, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സും പുതിയതായിട്ടുള്ള കസ്റ്റമേഴ്സും ചോദിക്കുന്നുണ്ട്, കറൻ്റ്ലി നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഫുഡ് ഐറ്റംസ്, മെഡിസിൻസ്, പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇതൊക്കെ അയക്കാനായിട്ട് പോസിബിൾ ആണോ എന്നുള്ളത്. ഇത് തികച്ചും പോസിബിൾ ആണ്. നമ്മൾ കൊറിയർ വേൾഡിന് 3 സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിസിൻസിന് നമ്മൾ എക്സ്പ്രസ് സർവീസസ് ആണ് കൊടുക്കുന്നത്. അതുകൂടാതെ നമുക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന ബിലോങ്ങിങ്സ്, പിന്നെ ക്ലോത്ത്സ്, ഷൂസ്, അതുപോലെയുള്ള ഐറ്റംസ് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു എക്കണോമി മോഡ് സർവീസ് ഉണ്ട്. ഇതൊന്നും കൂടാതെ ഫുഡ് ഐറ്റംസ്, നമുക്ക് ബ്രാൻഡഡ് ഫുഡ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് കൊറിയർ വേൾഡിലൂടെ USA നമുക്ക് അയക്കാൻ പറ്റും. റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് ബ്രാൻഡഡ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ഫുഡ് ഐറ്റംസ് എന്നുള്ള കാറ്റഗറിയിൽ FDA ലിസ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. പെരിഷബിൾ ആയിട്ടുള്ള ഐറ്റംസോ ഫ്രൂട്ട്സോ സീഡ്സോ അതൊന്നും അലൗഡ് അല്ല. പിന്നെ മെഡിസിൻസിൻ്റെ കേസ് വരുവാണെങ്കിൽ, മെഡിസിൻസ് നമുക്ക് എല്ലാ പേഴ്സണൽ യൂസേജിനുള്ള മെഡിസിൻസ് ഇൻക്ലൂഡിങ് ആയുർവേദിക് മെഡിസിൻസ് നമുക്ക് അയക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിന് കറക്റ്റായിട്ടുള്ള ബില്ല്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ, പിന്നെ ഇവിടെ നിന്നുള്ള ID പ്രൂഫ്, പിന്നെ അവിടെ പാസ്പോർട്ട് കോപ്പി, അങ്ങനെയുള്ള എല്ലാ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻസും വിത്ത് നമ്മുടെ പ്രോപ്പർ ടീമിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഹോമിയോ മെഡിസിൻസ് ആണെങ്കിൽ അതിന് ബ്രാൻഡിങ്ങും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതെല്ലാം മാൻഡേറ്ററി ആണ്. ഇതൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കറക്റ്റായിട്ടത് US നമുക്ക് വിടാനായിട്ട് എലിജിബിൾ ആണോ, ആ ഡ്രഗ് കണ്ടന്റ് എലിജിബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അത് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അയക്കാം. വേറെ ഇഷ്യൂസ് ഒന്നും കറൻ്റ്ലി നമുക്കില്ല. എല്ലാ മെഡിസിൻസും തന്നെ നമുക്ക് ഡെലിവറി ആവുന്നുണ്ട്.